ഹായ്, സമയം രാവിലെ രാത്രി 11:15. അച്ചുമോനും പാറുമോളൊക്കെ ഉറങ്ങിയിട്ട് ശ്രീചേട്ടൻ വന്നിട്ടില്ല. എനിക്ക് ഉറക്കം വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? സാധാരണ രാവിലെ അല്ല അടുക്കള കയറുക. ഇപ്പൊ തന്നെ ഞാൻ പണികളൊക്കെ ചെയ്തു വെക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ നോക്കട്ടെ കേട്ടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ട് ഇങ്ങനത്തെ ഒരു അസുഖം, അത് ഉറക്കില്ലായ്മ? എനിക്കിപ്പോ എന്താണെന്നറിയില്ല, എന്ന് ഉറക്കം വരുന്നില്ല. അപ്പൊ നമുക്ക് പണികളൊക്കെ നോക്കാം. രാത്രി ഇപ്പൊ എന്ത് ഉറക്കം വരുന്നില്ല കേട്ടോ. അങ്ങനെ അടുക്കളയിൽ വന്നതാണ്. അങ്ങനെ ആ ചോറ് ഞാൻ തലേദിവസം ഇറക്കി വെക്കാറുണ്ട് കേട്ടോ. അതിനുള്ള കലമൊക്കെ എടുത്തു. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഓണത്തിന് കിട്ടിയ ഓണക്കിറ്റിൽ ബിരിയാണിയുടെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു, അത് എടുത്തു കേട്ടോ. അപ്പൊ അത് വെക്കാന്ന് വിചാരിച്ചു. ചിക്കനൊന്നും ഇല്ല, പക്ഷെ ബിരിയാണി റൈസ് വെക്കാമല്ലോ. അങ്ങനെ ആ റൈസൊക്കെ എടുത്ത് അതിന്റെ സംഭവങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചതാണ് കേട്ടോ. അച്ചുമോനും പാറുമോളും ഉറക്കായി. ശ്രീചേട്ടൻ വന്നിട്ടില്ല, രാത്രി വരുമ്പോൾ. അങ്ങനെ ആ വെള്ളമൊക്കെ എടുത്ത് അടുപ്പത്ത് വെച്ച് നമുക്ക് അരി ഇടാം. അതിനായിട്ടുള്ള എല്ലാ മസാലകളും വെള്ളത്തിൽ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി അരി നന്നായി കഴുകി എടുത്തിട്ട് നമുക്ക് അതിൽ ചേർക്കാം. അപ്പോഴാണ് ഒരു ചായ കുടിക്കാൻ തോന്നിയത്. അങ്ങനെ ഒരു ചായ ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ചതേ ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് നേരം, ഇനി അരി വേവട്ടെ. സമയം 11:30 കഴിഞ്ഞു തോന്നുന്നു. അങ്ങനെ ദേ പാറുമോളുടെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് അച്ചുമ്മൻ കൊടുത്തത്, അതൊന്ന് വായിച്ചു നോക്കാം. അങ്ങനെ ആ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അരി ഇതേ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുപ്പിലിട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും അരി തിളക്കട്ടെ. ഞാൻ ഊറ്റിയെടുക്കാമെന്ന് വിചാരിക്കണു, അല്ലെങ്കിൽ പിന്നെ നമുക്കിങ്ങനെ വാർത്തെടുക്കാം. അതിനാണ് ബിരിയാണിയുടെ റൈസ് ഇടുന്നത് കേട്ടോ. ഇത് വെക്കുമ്പോഴും ഉണ്ടല്ലോ ഞാൻ വിചാരിക്കുന്നത് എന്തിനാ വെക്കണേ, കാരണം ചിക്കനൊന്നും ഇല്ലാതെ കഴിക്കില്ലല്ലോ. അപ്പോൾ എന്തായാലും റൈസ് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാല് തിളച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ചായയും കുടിക്കാം. ഉറക്കം എന്തായാലും വരുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും ചായ കുടിക്കാം. ചായയൊക്കെ അതേ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശ്രീചേട്ടനും കൂടിയുള്ളത് വെച്ചിട്ടുണ്ട് കേട്ടോ. ശ്രീചേട്ടനും ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ശ്രീചേട്ടൻ വരുമ്പോൾ എന്തായാലും ചായ കുടിക്കുമല്ലോ. ഒരു കാര്യം ഓർക്കണം, ശ്രീചേട്ടൻ വരുമ്പോൾ 12:30 മണിയൊക്കെ ആവാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ചായ വെച്ച് വെക്കാം, ചൂടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ഒരു ഗ്ലാസ് അല്ല കേട്ടോ, ഒരു മഗ്ഗിൽ നിറയെ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഉറക്കം വരുന്നില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും എന്താ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുകയാണ് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഈ സമയത്ത് വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് നാശാവില്ലേ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഈ സമയം കളയണമല്ലോ, വേറെ മാർഗമൊന്നും കാണാനില്ല. TV കണ്ടിരിക്കാൻ ഞാൻ കാണാറില്ല കേട്ടോ. അങ്ങനെ ദേ ചോറൊക്കെ ഇവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. വീണ്ടും ഞാൻ എന്താ പറയുക, സമയം നോക്കുകയാണ് പോയിട്ട് 12:06 കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചിരുന്നു. ദേ ശ്രീചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. സമയം 12:17. അങ്ങനെ ഞാൻ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ശ്രീചേട്ടൻ ദേ എന്തൊക്കെയോ കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ശ്രീചേട്ടൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും. പക്ഷെ എന്താ ചെയ്യുക, എനിക്ക് പിന്നെ ഉറക്കം വരാണ്ടാന്ന് വിചാരിക്കാം. ശ്രീചേട്ടന് ഉറങ്ങാൻ സമയം കിട്ടാണ്ടാണ് കേട്ടോ. അങ്ങനെ ആ മുട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ട മുഴുവൻ പൊട്ടി അതിലൊക്കെ പോയിട്ടുണ്ട്. ഇനി അതിലുള്ളതൊക്കെ കഴുകി വെക്കണം, അല്ലെങ്കിൽ പൊട്ട മണ്ണടിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ടയുടെ ഉള്ളിൽ എന്താ വേറൊരു പൊതിയുന്നു കേട്ടോ. അപ്പോൾ ശ്രീചേട്ടൻ പറയാം, അത് ഞാനൊരു താറാമുട്ട പൊതിഞ്ഞ് കൊണ്ടുവന്നതാണ്. എനിക്ക് ഈ താറാമുട്ട ഇഷ്ടമല്ല കേട്ടോ, അതിനൊരു മണം പോലെ എനിക്ക് തോന്നും. അതുകൊണ്ട് ശ്രീചേട്ടൻ മാത്രമേ ഇവിടെ താറാമുട്ട കഴിക്കുള്ളൂ. അപ്പോൾ അത് ഒരെണ്ണമാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ദേ അതിനുള്ള സവോളയൊക്കെ എടുത്ത് അതിലേക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ ബിരിയാണിയിലേക്കും ഒന്ന് വറുത്തെടുക്കണമല്ലോ. അങ്ങനെ ദേ സവോളയൊക്കെ എടുത്ത് ഞാൻ പുറത്ത് വെച്ചു. സവോളയൊക്കെ തൊലി കളഞ്ഞ് ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചായ എടുക്കാം. ഞാൻ കുറച്ച് ചായ കഴിച്ചിട്ടുണ്ടായിരുന്നു, വീണ്ടും ചായ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീചേട്ടൻ കൊടുന്ന ലേസും കപ്പലുണ്ട്. ലേസൊന്നും ഈ സമയത്ത് കഴിക്കരുതെന്ന് അറിയാം, ഞാൻ പറഞ്ഞല്ലോ. എങ്കിലും നമുക്ക് എന്താ പറയുക, മനസ്സിന് സുഖമില്ലെങ്കിലോ അല്ലെങ്കിൽ ഉറക്കമൊന്നും വരുന്നില്ലെങ്കിലും ഇതുപോലെ ഒരു ചായ അങ്ങനെ ഇരുന്ന് കുടിച്ചാൽ ഒരു ഉഷാറ് കിട്ടുന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ഒരു തെറ്റായ ധാരണയായിരിക്കാം. എങ്കിലും എന്താ ആ ലേസും കപ്പലണ്ടിയൊക്കെ ഒരു പാത്രത്തിലിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ചായയൊക്കെ കുടിച്ച് അവിടെ ഇരുന്നിട്ട്. ചായ പിന്നെ എപ്പോൾ കൊടുത്താലും ശ്രീചേട്ടൻ വേണ്ടാന്ന് പറയില്ല, അത്രയ്ക്ക് ഇഷ്ടമാണ് ചായ. അങ്ങനെ
ഞങ്ങൾ രണ്ടുപേരും ചായ കുടിച്ചപ്പോൾ അച്ഛമ്മ ബാത്റൂമിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റതാണ് കേട്ടോ, പാവം ശ്രീജേട്ടൻ. അപ്പോൾ അവനോട് ചോപ്പറിലൊന്ന് അടിച്ചു തരാൻ പറയുകയാണ്. ഉറക്കത്തിൻ്റെ ഇടയിൽ വന്നിട്ട് എൻ്റെ മോൻ ഇതെന്തവരിവിടെ കാണിക്കണേന്ന് നോക്കുകയാണ് കേട്ടോ, കാരണം ബിരിയാണിയുടെ മണക്കം വരുന്നുണ്ട്. അവ അങ്ങനെ തന്നെ പോയി കിടന്നു കേട്ടോ. അത് കഴിഞ്ഞ് ശ്രീജേട്ടൻ ആ മുട്ട പൊരിച്ച് വീണ്ടും ചോറുണ്ണാണ് കേട്ടോ. ശ്രീജേട്ടൻ ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്, മുട്ട പൊരിക്കൽ വൈകുന്നേരം കേട്ടോ. അപ്പോൾ മുട്ട പൊരിച്ചത് കണ്ടപ്പോൾ എനിക്കും ഒരാഗ്രഹം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ചോറുണ്ണാണ്. ഈ സമയത്തൊന്നും ചോറുണ്ണാറില്ല കേട്ടോ ഞാൻ, എന്നാലും ഒരാഗ്രഹം. അപ്പോൾ ഞാൻ കഴിച്ചു എന്ന് മാത്രം. അപ്പോഴേക്കും നിങ്ങൾ എൻ്റെ അടുക്കള കാണണം കണ്ടോ. ഞാൻ പാറമോള് കരഞ്ഞപ്പോൾ അവളുടെ അടുത്തൊന്ന് കെടുക്കാൻ പോയതാണ്. ആ ഇടയിലാണ് ശ്രീജേട്ടൻ മുട്ട പൊരിച്ചത്. അടുക്കള കണ്ടോ, ആകെ അലങ്കോലായിട്ട് കിടക്കുകയാണ്. പിന്നെ ഉറക്കൊന്നുമില്ല നിനക്ക്? ഉറക്കമില്ലാത്ത ബിരിയാണി ഇപ്പൊ ആദ്യരാത്രിക്കാണ് ബിരിയാണി ഉണ്ടാക്കണത്? പാതിരാത്രിക്ക് ഉണ്ടാക്കാൻ തോന്നിയ പാതിരാത്രിക്ക് ഉണ്ടാക്കണം. വേണ്ട ഇപ്പൊ സമയത്ത് 1 മണി 1:30. 2 മണിയാവാൻ 10 മിനിറ്റ്. 2 മണിയായിട്ടുള്ളൂ. ഉറക്കമില്ല. നീ കിടന്ന് ഉറങ്ങണേട്ടാ, ഞാൻ കിടന്ന് ഉറങ്ങാൻ പോട്ടാ. ഉറങ്ങിപ്പോ ഞാൻ ഉണ്ടാക്കിട്ട് വരാം. ഈ അടുക്കള മുഴുവൻ ഞാൻ വൃത്തിയാക്കട്ടെ. നോക്കിയേ ഇവിടെയൊക്കെ കാണിച്ചിട്ടേക്കണേ. ഇനി ഇതൊക്കെ വൃത്തിയാക്കണം, അതാണ് വലിയ ജോലി. ഞാനിങ്ങനെ വൃത്തിയായിട്ട് ചെയ്യാറില്ലേ. ഓക്കെ ബൈ ബൈ, ഗുഡ് നൈറ്റ്. എന്തായാലും പറയുമ്പോ അങ്ങനെ അവസാനം നമ്മുടെ റൈസൊക്കെ ഇനി സെറ്റ് ചെയ്ത് വെക്കാന്ന് വിചാരിച്ച പാത്രത്തിൽ ഇതേ നെയ്യൊക്കെ പുരട്ടി നമ്മുടെ റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. റൈസ് വാർത്ത് വെച്ചപ്പോഴേ ഇത്തിരി വേവ് കൂടിയ പോലെ എനിക്ക് തോന്നിയിട്ടോ. അത് എനിക്ക് വാർത്ത് അപ്പം തന്നെ എടുക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ റൈസൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് നമ്മുടെ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും സവോളയും അതുപോലെ മല്ലിയിലും പുതിനയിലും ഒക്കെ ശ്രീചേട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് രണ്ടാമതും അരി. അപ്പം ഞാൻ വിചാരിച്ചു കലം കൊണ്ട് തന്നെ അങ്ങോട്ട് തട്ടാന്ന്. ഇത് പൈനാപ്പിൾ എസൻസ് ആണ് കേട്ടോ, ആ കിറ്റിൽ തന്നെ ഉണ്ടായിരുന്നതാ. അങ്ങനെ അവസാനം ഞാൻ ആ കലത്തിലുള്ള കംപ്ലീറ്റ് റൈസ് അതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും വറുത്ത് വെച്ച എല്ലാ സംഭവങ്ങളും മുകളിൽ ഇട്ടിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് എടുത്തുട്ടാ. കുറെ ഡ്യൂട്ടി ഫ്രൂട്ടൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ടച്ചുമോനൊക്കെ ഭയങ്കര ഇഷ്ടം തന്നെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് കഴിക്കാമല്ലോ എന്ന്. അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഇനി നമ്മുടെ രാവിലെ ഇരിക്കുമ്പോ ബിരിയാണി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഇനി ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ ബിരിയാണി കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് അല്ലേ, സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്ത് എന്നുള്ള ചോദ്യത്തിന് കാരണം പാറുണ്ടല്ലോ, ഇത് കണ്ട അപ്പം ചിക്കൻ ഉണ്ടോ എന്ന് ചോദിക്കും. അത് കാരണം എന്താണെന്നൊന്നും എനിക്കറിയില്ല, ഉറക്കമില്ലാണ്ടായപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കി അത്ര മാത്രം. ഇനി അടുക്കള വൃത്തിയാക്കുക എന്നുള്ളതാണ് ഒരു പ്രത്യേകമല്ല ആ ഒരു ചടങ്ങ്. അങ്ങനെ എല്ലാം ഞാൻ വേഗം കഴുകി വൃത്തിയാക്കി വെച്ച് അടുക്കളയൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ട് എന്നിട്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇനി രാവിലെ എഴുന്നേറ്റ് ചിക്കൻ എങ്ങാനും വാങ്ങിച്ച് വന്നിട്ട് വേണം ഇതിലേക്ക് വെക്കാനായിട്ട്. അങ്ങനെ എല്ലാം നീറ്റായി അടുക്കളയോട് ടാറ്റൊക്കെ പറഞ്ഞ് ഞാൻ പോവാണ് കേട്ടോ. ഇത്ര വലിയ പാത്രം ആവശ്യം ഉണ്ടായിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, അതിലൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ഇവിടെ വെച്ച് ഇനി പോവാന്ന് വിചാരിച്ചു. നാളെ രാവിലെ ഇനിയിപ്പോൾ അഥവാ നാശമായി തുടങ്ങണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചൂടാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ അവിടെ വെച്ച് ദേ ലൈറ്റൊക്കെ കെടുത്തി ഞാൻ മേല് കഴുകി വന്നിട്ട് ശ്രീചേട്ടൻ പാവം ഉറങ്ങിയിട്ടില്ല കേട്ടാ. അപ്പോൾ ദേ മേലൊക്കെ കഴുകി വന്ന് ഞാൻ മുഖത്ത് ക്രീമൊക്കെ പരട്ടുകയാണ് കേട്ടോ. ഈ അടുത്തായിട്ട് മുഖം ഭയങ്കര ഡ്രൈ ആയി തോന്നുന്നു, അതുകൊണ്ടാണ് ക്രീമൊക്കെ എടുത്ത് വാരി തേച്ച് ഈ പാതിരയ്ക്ക് കിടക്കുന്നത് കേട്ടോ. ശ്രീചേട്ടൻ ഇനി മേല് കഴുകിയിട്ട് കിടക്കുള്ളൂ കേട്ടോ, ഞാൻ പോയി കിടന്നോളം പറഞ്ഞതായിരുന്നു. അങ്ങനെ അതൊക്കെ കഴുകി വെച്ച് പാവൻ്റെ അച്ചുമോന്തേ എപ്പോഴും ഈ സോഫയിൽ കിടക്കുള്ളൂ കേട്ടോ. മുറിയിൽ പോയി കിടക്കാൻ പറഞ്ഞാൽ അവൻ കിടക്കില്ല, പിന്നെ അവൻ്റെ കംഫർട്ടിനനുസരിച്ച് അവൻ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ലൈറ്റൊക്കെ എടുത്ത് ഞാൻ ഉറങ്ങാൻ പോയി. ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. കടയിൽ പോയി, നമ്മുടെ കടയിൽ തന്നെ നന്നാക്കിയ കൂർക്ക കിട്ടും, അവിടെ നിന്ന് ഞാൻ നന്നാക്കിയ കൂർക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീചേട്ടൻ പറഞ്ഞു പോർക്കും കൂർക്കയും വയ്ക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ചിക്കൻ അപ്പോൾ പിന്നെ വേണ്ടല്ലോ എന്ന് വിചാരിച്ച് കടയിൽ നിന്ന് നന്നാക്കിയ കൂർക്കയും പോർക്കും നന്നാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൊണ്ടുവന്ന് നന്നായി കഴുകിയെടുത്ത് പോർക്കും കൂർക്കയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. കൂർക്കയിട്ട് വെച്ചാൽ സത്യം പറഞ്ഞാൽ അച്ചുമോന് ഇഷ്ടമല്ല. അച്ചുമോനെ കൂർക്ക മാറ്റി വെച്ചിട്ട് മാത്രമേ കഴിക്കുള്ളൂ. അച്ചുമോന് കൊടുക്കുന്നതിലത്തെ കൂർക്കയും കായൊക്കെ ഞാനാ കഴിക്കാറ് കേട്ടോ. അങ്ങനെ അതേ കൂർക്ക എടുത്തു. പോർക്ക അവിടെ ഞാൻ അടുപ്പിൽ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കൂർക്ക വേഗം തൊലി പോയിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ വേഗം അതൊക്കെ നന്നാക്കി എടുത്തതിന് ശേഷം പോർക്ക് വെന്ത് വരുമ്പോഴാണ് ഞാൻ കൂർക്ക ഇട്ടിട്ട് ഒരു വിസിലും കൂടി വരുത്തുക, എന്നിട്ടാണ് അത് റെഡിയാക്കി എടുക്കട്ടെ. അങ്ങനെ അതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതേ നമ്മുടെ സവോള ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോഴേക്കും പോർക്കൊക്കെ നല്ല അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ പോർക്കറിച്ച് വേവുമ്പോൾ കുറേ നെയ്യ് ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് വേണ്ട സവോള ഇഞ്ചി പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും എനിക്ക് വിശന്നിട്ട് വയ്യാട്ടോ. അപ്പോൾ ഞാൻ വേഗം അവിടെ നിന്ന് ഒരു പഴം എടുത്ത് തിന്നു. ഈ പഴം എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത സംഭവം കേട്ടോ. ഇവിടെ ആരും കഴിക്കില്ല, അച്ചുമോനും പാറമോളും കഴിക്കില്ല. അവർക്ക് ഞാൻ എന്നിട്ട് അരിഞ്ഞിട്ട് ബൂസ്റ്റ് പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോണ്ടല്ലോ അവർ കഴിക്കും. അപ്പോൾ ഞാൻ അവർക്ക് കൊടുത്തു. അപ്പോൾ ഞാൻ അങ്ങനെ ക്യാമറയിലേക്ക് നോക്കുക, കഴുത്തിലൊക്കെ കറുപ്പ് കളർ വരുന്നുണ്ട്, വല്ലാതെ തടി വെക്കുന്നുണ്ട്, ഇത് എന്ത് പറ്റിയ ഡോക്ടർ ഒന്ന് കാണണമെന്ന് ഞാൻ ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ പോർക്കൊക്കെ വെന്ത് വന്നപ്പോൾ അതിൽ കുറുക്കിട്ട് വിസിലടിച്ചു. അപ്പോഴേക്കും ഞാനിവിടെ എന്താ പറയുക സവോളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടിയൊക്കെ ചേർത്ത്
നന്നായി വഴറ്റിയെടുക്കും കേട്ടോ. ഈ പോർക്ക് ഉണ്ടല്ലോ വരട്ടിയെടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ നെയ്യ് ഊറ്റി കളയാറുണ്ട്. ഇന്ന് വരട്ടണില്ല, ഒന്ന് കുഴമ്പായിട്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എങ്കിലും ഞാൻ അതിൽ നിന്ന് കുറച്ച് നെയ്യ് ഊറ്റിയെടുത്തു കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മട്ടപ്പ് പോലെ തോന്നും. അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്ത് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. മുട്ടയും പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ഇതൊക്കെ ആവാം കോമ്പിനേഷൻ എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഉറക്കമില്ലാതെ ഉണ്ടാക്കിയ ബിരിയാണി പോർക്കും കൂർക്കയും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. എന്തായാലും ഞാൻ ഇത് കഴിക്കട്ടെ. അച്ചുമോനും പാറുമോനും സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കുക. രാവിലെ ഞാൻ ചോറാണ് കൊടുത്തു വിട്ടത് കേട്ടോ സ്കൂളിലേക്ക്. അപ്പോൾ എന്തായാലും അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ശ്രീചേട്ടൻ ഉച്ചയ്ക്കൊക്കെ വരുമ്പോൾ നമുക്കിത് കൊടുക്കാം. എന്തായാലും ഞാൻ കഴിച്ചു കേട്ടോ. അടിപൊളി സംഭവമായിരുന്നു. എന്തായാലും ഉറക്കമില്ലാതെ ഉണ്ടാക്കി വെച്ച ബിരിയാണി അല്ലേ, കഷ്ടപ്പെട്ട് കഴിച്ചാലേ പറ്റുള്ളൂ.